ഇതിന്റെ തലയും മുടിയൊക്കെ ഇങ്ങനെ ഇത് സ്കൂൾക്ക് മറസ്സൊക്കൊന്നും പോകാഞ്ഞത്. ഇന്നലെ എപ്പഴാ കല്യാണം കഴിഞ്ഞ് വന്നിക്കണ്? 7 മണിക്ക് വന്നിക്കണ് ഞമ്മള്. എന്നിട്ട് ഓളെ എപ്പഴാ കിടന്നുറങ്ങിക്കണ്? അത് ഇവിടെ അന്റെ പല്ലേ എപ്പൊ തുടങ്ങിയ വിളിക്കലും ഉമ്മ? ഞാനോളെ മദ്രസിലും കൂടെ ഓള് പോയിട്ടില്ല. ഓള് കിടത്തം കഴിഞ്ഞ് നോക്കി തോണ്ടല്ലേ? നിങ്ങൾ ഫോണോട് കൊടുത്തോളി. ഞാൻ കൊടുക്കാതെ എടുത്തുകൊണ്ട് പോവുക. നീ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല ടീച്ചറോട്? ആര് പറയും? ഞാൻ പറയില്ല കേട്ടാ. അനക്കിപ്പൊ തന്നെ പരിപാടി ഈ സ്കൂൾ മുടങ്ങല്. പരീക്ഷയാണ് വരുന്നേ. വരട്ടെ, നേരിട്ടാണ്ട് പറയാലോ ഓളെ കാര്യങ്ങള്. ഏതായാലും പോയില്ലേ, പഠിച്ചോ? അതെ, ഞാൻ 10:30 വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മാനൊന്ന് കാണാൻ പോവാനാ. ഉമ്മാക്ക് എന്റെ തലവേദന ഉണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് പോയി ഡോക്ടറെ കാണിച്ചിട്ടേ ഒരു വൈകുന്നേരം 5:30 മണിയാകുമ്പോ തിരിച്ചു വരട്ടാ. അപ്പൊ ഇതിലിപ്പോ കഴിഞ്ഞ ആഴ്ചയും പോയത് അനക്ക് തന്നെ ഇപ്പൊ പണി? അത് ഉമ്മാക്ക് വെയ്യാന്ന് വിളിച്ച് പറഞ്ഞു, അതുകൊണ്ട് പോണതാ. കഴിഞ്ഞ ആഴ്ച ഉമ്മാക്ക് തലവേദന വീട്ടിൽ നിന്ന് പോയില്ലേ? ഇവിടെ എന്തൊക്കെ പണി കിടക്കുന്നുണ്ട്. ചോറ് കഴിക്കണു, ചായയുടെ കടിയൊക്കെ എല്ലാരും. കൂട്ടാൻ ആര് വെക്കുച്ചിട്ടാ? മീൻ ആരൊക്കെ വെച്ചിട്ട് നിങ്ങൾ വെച്ചോളി. ഇക്ക് വെയ്യ വെക്കാനൊന്നും. അന്റെ താഴെ 2 ഓലെ വിളിച്ചൂടെ? അനക്ക് ഇവിടെ ഒരു പണി തോരല്ലാത്ത പോലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വാറുമ്പോഴേക്കൊണ്ട് ഓടുക. നിങ്ങൾ എന്തിനാ അക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കണത്? ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ പോണത്. എന്റെ വീട്ടിലേക്ക് പോണെന്നെ പറയണത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഈ പോയി. ഞാൻ പോയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ? ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ പോണത്. എന്റെ പണിമാൻ നോക്കല് നിങ്ങൾ നോക്കുവോ? നിങ്ങളുടെ ഉമ്മാക്ക് വയ്യ, കഴിഞ്ഞ മാസം വയ്യാണ്ടായപ്പോ ഞാൻ പോയി നിന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടല്ലോ. ഉമ്മാക്ക് എപ്പോഴെങ്കിലും ഒക്കെ വയ്യാതാവണുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും കൊണ്ടുപോകണുള്ളൂ. എന്റെ അമ്മ അങ്ങനെയാണ്. എന്റെ അമ്മക്ക് അത്യാവശ്യം മണ്ണും വലിപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ അമ്മക്ക് എപ്പോഴും വയ്യായും ഉണ്ട്. എന്റെ അമ്മക്ക് പല അസുഖങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് എന്താ? ഒരു തലവേദന ആരുമ്പോ ഇവിടുന്ന് മണ്ടി ഞാൻ പോവും. എന്റെ അമ്മയോടൊക്കെ സ്നേഹമുണ്ട്, ഞാൻ പോവും. അതിൽ ഇടപെടാൻ നിൽക്കണ്ടോ? ഞാൻ കാര്യം പറഞ്ഞുതരാം. എന്റെ വീട്ടിൽ പോണേനും എന്റെ കാര്യങ്ങൾക്കും നിങ്ങൾ ഇടപെടാൻ നിൽക്കണം. എന്റെ ഉമ്മ ഈ പോയ അവിടെ കതിയിടുന്ന കാണുമ്പോ ഇടപെടല്ലേ? ഇവിടെ ഇല്ലേ? ഇപ്പൊ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാനാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. ഓ, ഇങ്ങടെ എല്ലാ മാസവും ഇവിടെ ഉണ്ടല്ലോ റെസ്റ്റ്. ഉമ്മ, ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. എന്റെ മോൾ എന്നോട് പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ മോള് പറഞ്ഞ കേൾക്കാനാണോ ഞാൻ? അതോട് ഇത് പോണ്ട. അതിന് ഞാൻ ഉമ്മാനോടും ഉമ്മാടെ മോളോടും എന്റെ തീരുമാനാ പറഞ്ഞത്, അനുവാദമല്ല ചോദിച്ചത്. നിങ്ങൾ എന്റെ ഉമ്മ തന്നെയാണ്. അതുപോലെയൊക്കെ എന്നെ പ്രസവിച്ച മറ്റൊരു ഉമ്മ ഉണ്ട്. അതിന് വയ്യാന്ന് പറഞ്ഞ നോക്കൽ എന്റെ ബാധ്യതയാണ്. അത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്യാൻ ഞാൻ പോവും. അത് നിങ്ങളെല്ലാം ആര് തടഞ്ഞിട്ടും കാര്യമില്ല. അല്ല, അപ്പൊ ഇവിടെ പറഞ്ഞില്ല എന്നോട് അതെ താഴെ ലീച്ചങ്ങളെ വിളിച്ചോന്നുള്ളത്? ഓല് ഇവിടെ ഉണ്ടമ്മ. ഓലൊക്കെ കിടക്കണത് ആലപ്പുഴയും പത്തനംതിട്ടൊക്കെയാണ്. അവിടെ നിന്നൊക്കെ വന്നിട്ട് എപ്പം എന്റെ അമ്മയുടെ ഡോക്ടറെ കാണിക്കാനാ? എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ തന്നെയല്ലേ ഉള്ളത്. എന്റെ അമ്മയുടെ മൂത്ത മോള് ഞാനല്ലേ. എന്റെ അമ്മ നോക്കാൻ ഞാൻ പോവും. നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്റെ അമ്മ നോക്കാനും ഒക്കെ അറിയാം. അതിനൊക്കെ നിങ്ങളെ മോളുടെയോ നിങ്ങളുടെ മോന്റെ സമ്മതം പോലും വേണ്ട. കണ്ട കൈ ചൂണ്ടി വർത്താനം പറയാൻ തുടങ്ങിയോള്. എന്താണ് എന്തോ കളഞ്ഞു പോയ ആരുടെയൊക്കെ പോലെ ഇരിക്കുന്നു മൂന്നാളും കൂടിയിട്ട്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടി പോയിക്കണ്. എന്ത് കാട്ടിക്കൂട്ടി? ഇവിടെ കാണാനല്ലോ. കാണൂല. ഉമ്മാനോടെ കൈ ചൂണ്ടി സംസാരിക്കാനൊക്കെ ആയോള്. ഇതൊന്നും ഈ കാണു കേൾക്കണൊന്നുമില്ല. കൈ ചൂണ്ടിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അതിനിപ്പോ എന്താ? ഒന്നുമില്ല. അല്ല, ഓക്ക് ആഴ്ചക്ക് ഓളെ വീട്ടിക്ക് പോണത്ര. ആഴ്ചക്ക് കഴിഞ്ഞ ആഴ്ച ഓള് ഉമ്മാക്ക് വയ്യാന്നിട്ട് ഓള് ഇവിടുന്ന് പോയത്. ഓക്ക് ഇന്നും പോണം. ഉമ്മാക്ക് വയ്യാച്ചെങ്കിൽ പോണ്ടേ? സ്വാഭാവികല്ലേ. എന്റെ ഉമ്മാക്ക് വയ്യാച്ചിട്ട് ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് വരലുണ്ടല്ലോ. ഞാൻ ഉമ്മാക്ക് വയ്യാഞ്ഞിട്ട് വന്ന ആഴ്ചക്ക് ഞാൻ ഉമ്മാനായിട്ട് പോണ്ടാ? ഓള് എന്തെങ്കിലൊക്കെ പറഞ്ഞ് പോവാണ് ഇവിടുന്ന്. അവിടെ വേറെ ആരും ഇല്ലല്ലോ. പിന്നെ ഓളെ ഇളയതും മൂത്തതൊക്കെ എവിടെ പോയി? ഇവക്ക് മാത്രം ഉമ്മള്ളോ? അവരത്ര അകലെന്ന് വരണ്ടേ? അത് കുറച്ച് അകലല്ലേ ഇവരൊക്കെ ഓരോ ജോലിയും കാര്യങ്ങളും. എല്ലാം കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തോ. അല്ലാണ്ട് എന്താണ്? അതായത് ഇവിടെ ഉമ്മാനായിട്ട് ഭരിക്കോള്. എന്തുമ്മാനെ ഭരിക്കുന്ന ഈ പറയുന്നത്? ഞാൻ കണ്ട കാലത്തിലടക്കം ഉള്ളടത്തൊരു കുഴപ്പം ഞാൻ കണ്ടില്ല. ഈ ഇവിടെ വരുന്ന ദിവസം മാത്രമാണ് കുഴപ്പം. ഞാൻ വരുന്ന നിങ്ങൾക്ക് കുറ്റം? ഈ വരുന്നതല്ല കുറ്റം, വന്ന ദിവസമാണ് അവൾക്ക് കുഴപ്പങ്ങളുള്ളത് ഇവിടെ. അത് അപ്പോഴാണ് ഞാൻ അതൊക്കെ അറിയുന്നത്. വർത്താനം പറയാ. എന്താണ്? ഉമ്മാനെക്കാൾ വലിയ അധികാരല്ലേ? ഉമ്മാനേക്കാളും അധികാരം ഓൾക്കുണ്ട്. ഓള് ഇവിടുത്തെ മരുവളല്ലേ. ഉമ്മ ഒരു കാലത്ത് ഇവിടുത്തെ മരുവൾ തന്നെയായിരുന്നു. അതിങ്ങനെ മാറി 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 വന്നോണ്ടിരിക്കും. അപ്പൊ ഓരോരുത്തരുടേതായിട്ടുള്ള അധികാരങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാവണം. അധികാരം ഇല്ലാതെ ആവുമ്പോഴാണ് കുഴപ്പമുണ്ടാവുക. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയോ? ഓളിപ്പോ ഉള്ളവർക്ക് പോണതല്ലേ ഇപ്പൊ എന്റെ കുഴപ്പം. ഓള് ഉമ്മാനെ നോക്കാനാണ് ഓള് പോണത്. അതിന് എൻ്റെ അനുവാദം ആവശ്യമില്ല, ഉമ്മാന്റെ അനുവാദം ആവശ്യമില്ല. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും ഒന്ന് പോണ്ട, ഇന്നാളല്ലേ പോയി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങൾ അങ്ങനെയാണല്ലോ. അത് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നോട് പോലും ചോദിക്കേണ്ട കാര്യമില്ല. ഓള് ഉമ്മാനെ നോക്കാൻ പോണ്. എന്റെ ഉമ്മാനെ ഞാൻ നോക്കണില്ലേ? ഇങ്ങനെ ഈ എരിവ് കൂട്ടരുത് കേട്ടാ. ഒരു കുഴപ്പമില്ലാണ്ട് പോവുകയാണ്. ഈ വരുന്ന ദിവസം മാത്രമാണ് ഇവിടെ ഈ ജാതി ഓരോ കിള്ളും കിറുമ്പും പറഞ്ഞ്
ഞാൻ വരുന്ന ദിവസം തന്നെ ഓക്ക് ഓളെ വീട്ടിക്ക് പോകാണ്ടാവുള്ളൂ. ഇപ്പൊ മോക്കം കാണാനില്ല. എന്താണ് ഇപ്പൊ സപ്പോർട്ടാണ് ചെയ്താളെ ആന്നല്ല. എനിക്ക് ഇതിനൊന്നും പറയാനില്ല. നിങ്ങളെ ഈ വക കേസ് നാറ്റ കേസ് മക്കൊന്നും പറയാം. ആരും മധ്യസ്ഥരിക്കല് എനിക്ക് നേരല്ലോ. ഉമ്മ ഉണ്ടായിരുന്നോളിട്ടാ, വെറുതെ ഓളെ വാക്ക് കേട്ടിട്ടുണ്ട്. അവള് ചെറുപ്പത്തിലേ ഉള്ള സ്വഭാവം. ആയിക്കോട്ടെ, അത് നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ. വെറുതെ കുടുംബത്ത് കുഴപ്പമുണ്ടാക്കണം. ഞാൻ നാളാണ്ട് പോവും. അയ്യോ പോയിക്കോ പോയിക്കോ, അതല്ലേ നിങ്ങളെ കുടുംബത്തിൽ അവിടെ നിന്നോളൂ. കേട്ടെങ്ങനെ നിന്നോണ്ടു, ഒന്നും പറയാതെ. ആ പുസ്തകത്ത് പഠിച്ചാടി എന്താ ഇവിടെ നോക്കിക്കണേ? ചെല്ലടി പറഞ്ഞ ഇവിടെ തീരെ കുറച്ച് ഇവിടെ ശരിയാകട്ടെ. ഇവിടെ അവിടുന്ന് ഇങ്ങനെ തന്നെ നീ കൂട്ടാൻ വെക്കണ്ടേ? എനിക്ക് റെസ്റ്റ് എടുക്കാൻ